അപ്പൊ ഈ പറയുന്ന വിവാഹം വരെ രണ്ടുപേരും ഈ സൂക്ഷിച്ചാൽ കൊള്ളാം. ഇപ്പൊ ആൺപിള്ളേരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പെണ്ണുങ്ങൾക്കാണ് എല്ലാത്തിലും അടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവുള്ളത്. ആൺപിള്ളേരെ സംബന്ധിച്ചിടത്തോളം അത് അടക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു ആണുങ്ങളെക്കാളും കൂടുതൽ എപ്പോഴും വെർജിനിറ്റിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ പെണ്ണുങ്ങൾക്ക് തന്നെ. അത് ശരിക്കും ശരിയാണോ? അത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ശരിയും തെറ്റും വേണമെങ്കിൽ വേർതിരിച്ച് കാണാം. വെർജിനിറ്റി എന്ന് പറയുന്നത് നമ്മൾ താഴെ പെൺപിള്ളേർക്ക് യോനിഭാവം മാത്രമല്ല, ബ്രസ്റ്റും അവരുടെ ശരീരവും നമ്മളൊരാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നല്ല ഗ്ലോ ആയിരിക്കും. ഒരു ആണെ തൊടാത്തൊരു പെണ്ണെന്ന് പറയുന്നത് നല്ല പൂമൊട്ട് പോലെ ഇരിക്കും. ഒരാണ് പിടിച്ച് ഉമ്മ കൊടുത്ത് പെണ്ണിന്റെ ബ്രസ്റ്റൊക്കെ അമക്കി കഴിഞ്ഞാൽ ആ ബ്രസ്റ്റിന് ഉടവ് വരും അല്ലേ, സ്റ്റിഫ്നെസ് പോകും. നമുക്കറിയാൻ പറ്റും ഒരു പെണ്ണ് എന്താണെന്നും എങ്ങനെയാണെന്നും. അതാണ് ഞാൻ പറയുന്നത്, എപ്പോഴും കീപ്പ് ചെയ്യുക, അവനവന്റെ ബോഡി കീപ്പ് ചെയ്യുക. അത് മേഡം ഇപ്പൊ കേരളത്തിലായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതിപ്പോ വേറെ ഏതെങ്കിലും, അതായത് ഇപ്പൊ വിദേശ രാജ്യത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിദേശികൾക്കാകാമല്ലോ. അമേരിക്കൻസ് ഒന്ന് പോയ പെണ്ണുങ്ങളെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടേന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ട്രഡീഷണൽ ലൈഫ് സ്റ്റൈലാണ്. അവിടെ ഇത് നടക്കൂലല്ലോ. ഇപ്പം നമുക്കിവിടെ നിന്നുകൊണ്ട് നമുക്കൊരു സായിപ്പിനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? നമ്മൾ നമ്മുടെ നാട്ടിലെ രീതികൾ ഫോളോ അപ്പ് ചെയ്ത് പോകാന്നുള്ളതാണ്. നമ്മളിപ്പോൾ ബാംഗ്ലൂർ പഠിച്ചാലും ഗൾഫിലാണ് ജോലി ചെയ്തിരുന്നതെന്ന് പറഞ്ഞു, അവിടെ ഇതൊരു തെറ്റല്ല. അവിടെ അറബികൾ അങ്ങനെ അല്ലല്ലോ. അറബികൾ അവർക്കും ഇത് തന്നെയല്ലേ, അവരും അവരുടേതായിട്ടുള്ള കന്യാത്വമൊക്കെ സൂക്ഷിച്ചാണ് അവര്. നമ്മളെക്കാട്ടിലും ഭയങ്കര കെയറിങ് ആണ് അവർക്കെന്ന് പറയുന്നത്. അത് മതപരമായതുകൊണ്ടല്ലേ? മതപരമല്ല, ഓരോ രാജ്യത്തിലും ഓരോരോ രീതികളല്ലേ, അതല്ലേ അവർ മെയിൻ. നമ്മുടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്, അത് കീപ്പ് ചെയ്ത് പോകാന്നുള്ളതാണ്.